السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. आज से ഇന്നു മുതൽ മജ്ലിസ് അൻസാറുള്ള UK-യുടെയും ലജ്ന ഇമായില്ലയുടെയും ഇജ്തിമ ആരംഭിക്കുകയാണ്. നമ്മുടെ ഇജ്തിമകളുടെ യഥാർത്ഥ ആത്മാവ് ഇതാണ്, അല്ലെങ്കിൽ ഏതൊന്നിനു വേണ്ടിയാണോ പരിശ്രമിക്കേണ്ടത് അതിതാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും പരസ്പരമുള്ള സ്നേഹത്തിലും സാഹോദര്യത്തിലും മുന്നോട്ടു പോവുക എന്നുള്ളതാണ്. വൈജ്ഞാനിക പരിപാടികളും മത്സരങ്ങളും ഈ ആത്മാവോടുകൂടിയായിരിക്കണം. നാം ഇതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കണം. ചില കളികളുടെ പരിപാടികളും ഉണ്ടായിരിക്കും. അത് അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിർവഹിക്കുന്നതിനു വേണ്ടി ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. അതല്ല എങ്കിൽ അൻസാറുള്ളയുടെ പ്രായം കളിതമാശകളുടെ പ്രായം അല്ല. അതുപോലെ തന്നെ പൊതുവിൽ 22-23 വയസ്സിനു ശേഷം സ്ത്രീകളും കളികളിൽ കൂടുതൽ താല്പര്യം കാണിക്കാറില്ല. കായിക മത്സരങ്ങളുടെ ഉദ്ദേശം ഇതുകൂടിയായിരിക്കും. തങ്ങളുടെ ശാരീരിക ആരോഗ്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാവണം. കേവലം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, മറ്റുള്ളവരും ചുരുങ്ങിയ നിലയിൽ നടത്തം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ തോതിലുള്ള വ്യായാമം കൊണ്ട് തങ്ങളുടെ ശരീരത്തെ ഉണർവുള്ളതാക്കി വെക്കുക. ഏതായിരുന്നാലും ഈ ഇജ്തിമാകളുടെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. നാം നമ്മുടെ ദീനീപരവും വൈജ്ഞാനികപരവുമായ കഴിവുകളെ തിളക്കമുള്ളതാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കണം. സദർ സാഹിബ് അൻസാറുള്ള എന്നോട് പറഞ്ഞു, ഖുതുബയിൽ അൻസാറുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയണം. അൻസാറുള്ളയുടെ പ്രായം അതിൽ മനുഷ്യന്റെ ചിന്ത മെച്യൂർ ആകുന്ന പക്വമായി തീരുന്ന ഒരു പ്രായമാണ്. സ്വയം അവർക്ക് അവരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. ആ ഉത്തരവാദിത്വങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നവരാകണം. ഒന്നാമതായി പക്വമായ ഒരു പ്രായം. രണ്ടാമത്തെ കാര്യം, ഈ മുതിർന്ന പ്രായക്കാരുടെ മജ്ലിസിന്റെ പേര് അൻസാറുള്ള ആണ് എന്നത് ഓരോ മെമ്പർക്കും, ഓരോ അഹമ്മദി പുരുഷനും ആരുടെ പ്രായമാണോ 40 വയസ്സിൽ കൂടുതലായിട്ടുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ നിർവഹണം ബോധ്യപ്പെടുത്താൻ മതിയായതാണ്. ഈ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വങ്ങൾ എന്താണ്?
അതായത് ഒരു നാസിർ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങൾ, അതിന്റെ ചുരുക്കം അൻസാറുള്ളായുടെ പ്രതിജ്ഞയിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഓരോ നാസിറും हर मेंबर जो मजलिस अंसारुल्लाह का മജ്ലിസ് അൻസാറുള്ളായുടെ ഓരോ മെമ്പറും इस्लाम की मजबूती, ഇസ്ലാമിന്റെ പ്രബലതക്കും सच्चे दिल അഹമ്മദിയത്തിൽ സത്യഹൃദയത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിക്കുക. ഇസ്ലാമിന്റെ പ്രബലതയ്ക്കു വേണ്ടിയുള്ള പരിശ്രമം തങ്ങളുടെ അറിവ് കൊണ്ടും ശക്തി കൊണ്ടും സാധിക്കുകയില്ല. ഇസ്ലാം അള്ളാഹു അയച്ച ദീനാണ്. और तालीम के लिहाज से അധ്യാപനം എന്ന നിലയിൽ പരിപൂർണവും സമ്പൂർണവുമായ ദീനാണ്. इसमें किसी इंसान ने तो कोई और ഇതിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൂടുതൽ പ്രബലത ഉണ്ടാക്കേണ്ടതായിട്ടില്ല. എന്നാൽ തങ്ങളെ സ്വയം इससे मजबूत ताल्लुक पैदा करने ഇതുമായി സുദൃഢമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട്. ഈ പരിപൂർണമായ മതത്തിന്റെ मजबूत हिस्सा സുദൃഢമായ ഭാഗമായി നാം മാറുന്നതിനു വേണ്ടി ये बात ഈ കാര്യം അള്ളാഹുവുമായി ബന്ധം ഉണ്ടാക്കാതെ കണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. रहमदी की कोशिश करनी അതിനായി എല്ലാ അഹമ്മദികളും പരിശ്രമിക്കേണ്ടതാണ്. और अंसारुल्लाह के मयार അൻസാറുള്ളായുടെ നിലവാരം ഏറ്റവും ഉന്നതമായിരിക്കണം. अल्लाह ताला से ताल्लुक അള്ളാഹുമായിട്ടുള്ള ബന്ധം तक मुकम्मल नहीं हो सकता. അതുവരെ പൂർണ്ണമായ നിലയിൽ ആവുകയില്ല ഏതുവരെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായി ബന്ധം ഇല്ലയോ. अल्लाह ताला ने അതിനായി അള്ളാഹു സ്വയം നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്തും സലാമും ചൊല്ലുക, അതിലേക്ക് ശ്രദ്ധിക്കുക. बस ये बहुत ज़रूरी चीज़ है. ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. हज़रत मसीह अलैहिस्सलाम പിന്നീട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന്റെ കടമ നിർവഹിക്കലാണ്. ये काम ഈ കടമ നിർവഹിക്കപ്പെടുമ്പോഴായിരിക്കും अहमदियत पर നാം कायम होंगे. അഹമ്മദിയത്തിൽ സത്യഹൃദയത്തോടുകൂടി നിലനിൽക്കുന്നവരായി തീരുക. में ഈ കാലഘട്ടത്തിൽ അള്ളാഹു इशाअत इस्लाम के लिए ഇസ്ലാമിന്റെ പ്രചാരണ പൂർത്തീകരണത്തിനായി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചിരിക്കുന്നു. अहमदियत पर सच्चे दिल से അഹമ്മദിയത്തിൽ സത്യഹൃദയത്തോടുകൂടി നിലനിൽക്കുക എന്നത് साबित होगा. അത് തെളിയിക്കപ്പെടുന്നത് നാം ഇസ്ലാമിന്റെ പ്രചാരണത്തിനും ഇസ്ലാമിന്റെ തബ്ലീഗിനും പൂർണ്ണമായും പങ്കാളികളായിക്കൊണ്ട് തങ്ങളെ സ്വയം അൻസാറുള്ള ആയി തെളിയിച്ചു കാണിക്കുമ്പോഴായിരിക്കും. ഇതാണ് ഒരു ഉത്തരവാദിത്വം. പിന്നീട് അൻസാറുകൾ തങ്ങളുടെ പ്രതിജ്ഞയിൽ ഒരു പ്രതിജ്ഞ ഇതുകൂടി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു വാക്കുകളിൽ ഈ ഉത്തരവാദിത്വം का वादा और ऐलान किया. പൂർത്തിയാക്കും എന്നുള്ള പ്രതിജ്ഞയും വാഗ്ദത്വവും ചെയ്തിട്ടുണ്ട്. അഹമ്മദിയ ഖിലാഫത്തുമായി ആത്മാർത്ഥമായ ബന്ധവും അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ പരിശ്രമം എപ്രകാരമാണ് നടക്കുക? ഈ പരിശ്രമം നടക്കുക അൻസാറുകൾ ഖിലാഫത്തിന്റെ പ്രവർത്തനങ്ങളും പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ സഹായികളായി തീരുമ്പോഴായിരിക്കും. और ये तभी हो सकता है അത് സാധിക്കുക और अपने आप को അൻസാർ തങ്ങളെ സ്വയം की बातों की കാലത്തിന്റെ ഖലീഫയുടെ വാക്കുകൾ കേൾക്കുന്നതിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നവരായി തീരുമ്പോഴായിരിക്കും. और इसके लिए अल्लाह ताला ने हमें അതിനായി അള്ളാഹു നമുക്ക് इस जमाने में MTA की ഈ കാലഘട്ടത്തിൽ MTA എന്ന അനുഗ്രഹവും നൽകിയിരിക്കുന്നു. എത്ര ദൂരത്തിരുന്നും കേൾക്കാൻ സാധിക്കും. के साथ जो തങ്ങളെ സ്വയം ഇതുമായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട് അൻസാറുള്ളാക്ക്. അതുപോലെ തന്നെ रियायत किया कि औलादों തങ്ങളുടെ മക്കളെയും ഈ ഒരു പ്രതിജ്ഞയും ചെയ്തിട്ടുണ്ട്. മക്കളെയും ഖിലാഫത്തുമായി യോജിപ്പിക്കുന്നതായിരിക്കും. മക്കളെയും जोड़ दें ഇത് മുഖേന ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തുക, മറ്റു തർബിയത്ത് കാര്യങ്ങൾ കൂടാതെ ताकि नस्ल തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് वफाओं के सिलसिले ഈ ആത്മാർത്ഥതയുടെ പരമ്പര തുടർന്നു കൊണ്ടുപോകുന്നതിനും നിലനിൽക്കുന്നതിനും വേണ്ടി खिदमत इस्लाम ഇസ്ലാമിന്റെ സേവനത്തിന്റെയും ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെയും പ്രവർത്തനം എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി. കാരണം ഇസ്ലാമിന്റെ പ്രചാരണത്തിന്റെ പ്രവർത്തനം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം അദ്ദേഹത്തിന്റെ തന്നെ പ്രഖ്യാപനം അനുസരിച്ച് ഖുദ്റത്തെ സാനിയ മുഖേനയാണ് നടക്കേണ്ടത്. അത് ഖിലാഫത്ത് വ്യവസ്ഥിതിയാണ്. इसके लिए हर कुर्बानी के अहद पर नजर रखें. ये अहद आपने किया कि हर कुर्बानी करेंगे. അതിനായി നിങ്ങൾ ചെയ്ത ഞങ്ങൾ എല്ലാ ത്യാഗവും ചെയ്യും എന്ന പ്രതിജ്ഞയെക്കുറിച്ച് ചിന്തിക്കുക. അതിനെ अल्लाह ताला
വീക്ഷിക്കുക. किताब फरमाए सब। അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. इसी तरह जैसा कि मैंने कहा അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ लजना माइल्ला का इज्तिमा, ലജ്ന ഇമ്മായില്ലായുടെ ഇജ്തിമായും നടക്കുകയാണ്. लजना माइल्ला का भी एक अहद है। ലജ്ന ഇമ്മായില്ലാക്കും ഒരു പ്രതിജ്ഞയുണ്ട്. അത് അവർ എല്ലായ്പ്പോഴും തങ്ങളുടെ മുന്നിൽ വെക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹവും ഔദാര്യവുമാണ്. അവന്റെ അനുഗ്രഹത്താൽ ലജ്ന ഇമ്മായില്ലായുടെ ഭൂരിഭാഗവും മാഷാ അള്ളാ दीन पर ദീനിൽ ആത്മാർത്ഥതയോടുകൂടി നിലനിൽക്കുന്നവരാണ്. लिहाज से വിശ്വാസപരമായി എല്ലാവരും ദൃഢതയുള്ളവരാണ്. എന്നാൽ हर लजना मेंबर को, ഓരോ ലജ്ന മെമ്പറും ഓരോ അഹമ്മദി വനിതയും हालतों को भी തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയും ഈ നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ताला ഏതൊന്നാണോ के रसूल का हो। അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പന അനുസരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ लजना माइल्ला का भी ലജ്ന ഇമ്മായില്ലാക്കും ഒരു പ്രതിജ്ഞയുണ്ട്. अपने फंक्शंस और इज्तिमाओं पर തങ്ങളുടെ ഫംഗ്ഷനുകളിലും ഇജ്തിമാകളിലും അവർ ഈ പ്രതിജ്ഞ ഏറ്റുപറയുകയും ചെയ്യുന്നു. अपने मजहब की खातिर ഞങ്ങൾ ഞങ്ങളുടെ മതത്തിനു വേണ്ടി എല്ലാവിധത്തിലുള്ള ത്യാഗങ്ങൾക്കും തയ്യാറായിരിക്കും. कुर्बानी മതം ആവശ്യപ്പെടുന്ന ആദ്യത്തെ ത്യാഗം ഇതാണ്. തങ്ങളുടെ आम दुनियावी മുഴുവൻ ഭൗതികമായ ആഗ്രഹങ്ങളെയും പിന്നിൽ തള്ളിക്കൊണ്ട് अपनी अमली हालत को തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയെ मुताबिक डालें। മതപരമായ അധ്യാപനങ്ങൾ അനുസരിച്ചുള്ളതാക്കി മാറ്റുക. ഒരഹ്മദി വനിതയിൽ सच्चाई के आला मयार സത്യസന്ധതയുടെ ഉന്നതമായ നിലവാരം ഉണ്ടായിരിക്കേണ്ടതാണ്, നിലനിൽക്കേണ്ടതാണ്. औरत से അതുപോലെ बात है സ്ത്രീകളെക്കുറിച്ചുള്ള കൽപ്പനകൾ करने की कोशिश है। അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പരിശ്രമം, अपने तकद्दुस, സ്ത്രീകൾക്ക് തങ്ങളുടെ വിശുദ്ധിയും अपनी इस्मत की हिफाजत के लिए തങ്ങളുടെ ചാരിത്രത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങൾ, बहुत अहम। അതിൽ പർദ്ദക്ക് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു. किसी अहमदी औरत में कमजोरी है, അഥവാ ഈ കാര്യത്തിൽ ഏതെങ്കിലും അഹമ്മദി സ്ത്രീയിൽ ബലഹീനത ഉണ്ടെങ്കിൽ അവർ കർമ്മപരമായി ना मुआशरे തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരല്ല. ना ही സമൂഹത്തെക്കുറിച്ചുള്ള ഭയമോ शाद തങ്ങളുടെ ഭൗതിക ആഗ്രഹങ്ങളോ ഒരഹമ്മദി വനിതയെ മതത്തിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് ദൂരപ്പെടുത്തുന്നത് ആയിരിക്കരുത്. अहमदी औरत को മറിച്ച് എല്ലാ അഹമ്മദി സ്ത്രീകളും की हालत को अल्लाह ताला തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയെ की दी हुई तालीम അള്ളാഹു നൽകിയിരിക്കുന്ന അധ്യാപനങ്ങൾ അനുസരിച്ചുള്ളതാക്കി തീർക്കേണ്ടതാണ്. फिर एक अहद सच्चाई पर हमेशा कायम रहने മറ്റൊരു പ്രതിജ്ഞ സത്യത്തിൽ എല്ലായ്പ്പോഴും അടിയുറച്ചു നിൽക്കും എന്ന പ്രതിജ്ഞയാണ്. अपने माया ഇതിൽ ഓരോരുത്തരും തങ്ങളുടെ നിലവാരം പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. के साथ നാം സത്യസന്ധതയുടെ യഥാർത്ഥ ആത്മാവോടുകൂടി അതിൽ നിലനിൽക്കുന്നുണ്ടോ അതോ ഇല്ലയോ. इसी तरह औलाद അതുപോലെ തന്നെ മക്കളുടെ തർബീയത്തിനെ കുറിച്ചുള്ള പ്രതിജ്ഞയും ഇതും भी പൂർണ്ണമായ നിലയിൽ तौर पर പൂർത്തിയാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. होनी चाहिए कि वो दीन से वाबस्ता हैं कि അവർ ദീനുമായി ബന്ധപ്പെടുന്നവരാണോ അതോ അല്ലയോ. तरबियत का बच्चे കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായ തർബീയത്തിന്റെ സ്ഥലം കുട്ടികളുടെ മാതാവാണ്. ഇതിനായി മാതാക്കൾ പൂർണ്ണമായും പരിശ്രമിക്കേണ്ടതാണ്. ये जिम्मेदारी अदा करने वाले അഥവാ ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നവരായി നമ്മുടെ മുഴുവൻ സ്ത്രീകളും മാറിയാൽ, बल्कि मुस्लिम मौद ने फरमाया എന്നല്ല ഹസ്രത്ത് മുസ്ലിം മൗദ് പറയുകയുണ്ടായി, 50% ആയാൽ जमानत बन അവർ തലമുറകളുടെ സംരക്ഷണത്തിന്റെ ജാമ്യമായി മാറും. उनको उनके उनके दीन അവരുടെ ദീനിനെ जाएंगे। മനോഹരമാക്കി തീർക്കുന്നവരായി മാറും. उनका खुदा ताला से ताल्लुक അവരെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം इसी तरह ഉണ്ടാക്കുന്നവരായി തീർക്കും. അതുപോലെ തന്നെ തങ്ങളുടെ മക്കളിൽ अपनी कौम തങ്ങളുടെ സമൂഹത്തിനും कुर्बानी का जज्बा पैदा രാജ്യത്തിനും വേണ്ടി ത്യാഗം ചെയ്യാനുള്ള വികാരം ഉണ്ടാക്കിയെടുക്കുക എന്നതും മാതാക്കളുടെ ജോലിയാണ്. ഇതും നിങ്ങളുടെ പ്രതിജ്ഞയിലുണ്ട്. उनके जहनों को നിങ്ങളുടെ പ്രതിജ്ഞയിൽ ഉൾപ്പെട്ടതാണ്. അവരുടെ ബുദ്ധിയെ പൂർണ്ണമായും നിയമങ്ങൾ അനുസരിക്കുന്നതിന് തയ്യാറാക്കുക എന്നത് മാതാക്കളുടെ ജോലിയാണ്. तमीज पैदा करवाना നന്മയും തിന്മയും വ്യതിരിക്തമാക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാതാക്കളുടെ ജോലിയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി തങ്ങളുടെ പങ്ക് വഹിക്കുക, ആ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുക എന്നതും മാതാക്കളുടെ ജോലിയാണ്. ഖിലാഫത്തുമായി കുട്ടികളെ ബന്ധിപ്പിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഏതുപോലെ ഇത് പിതാക്കന്മാരുടെ ജോലിയാണോ അതുപോലെ മാതാക്കളുടെയും ജോലിയാണ്. अहम जिम्मेदारी को ഈ ഉന്നതമായ ഉത്തരവാദിത്വം എല്ലാ മാതാക്കളും മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നാസിറാത്തുൽ അഹമ്മദിയായുടെ ഇജ്തിമായും ലജ്നയോടൊപ്പം നടക്കുന്നുണ്ട്. നാസിറാത്തിനും ഒരു പ്രതിജ്ഞയുണ്ട്, അത് അവർ ഏറ്റുപറയുന്നു.
അവരും തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തിയാക്കേണ്ടതാണ്. 14-15 വയസ്സ് തിരിച്ചറിവുള്ള ഒരു പ്രായമാണ്. अच्छा बुरा समझने की उम्र होती है। നല്ലതും ചീത്തയും മനസ്സിലാക്കാനുള്ള പ്രായമാണ്. ഇത് നാസിറാത്തിന്റെ അവസാനത്തെ വയസ്സാണ്. ഈ പ്രായത്തിൽ कि बहुत ഒരുപാട് ആഗ്രഹങ്ങളും ഉണ്ടാകും. अगर दुनिया की അഥവാ ഭൗതികതയിലേക്കാണ് ദൃഷ്ടിയെങ്കിൽ ഭൗതിക ആഗ്രഹങ്ങൾ ദീനിനുമേൽ അതീശത്വം നേടുന്നു. അതുകൊണ്ട് എല്ലാ അഹമ്മദി പെൺകുട്ടികളും വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ആവശ്യമുണ്ട്. തങ്ങളുടെ പ്രതിജ്ഞയെ കൂടെ കൂടെ അയവിറക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. എല്ലാ അഹമ്മദി പെൺകുട്ടികളും നിരർത്ഥകമായ ഭൗതിക ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്നതിനു പകരം पीछे चलने के ഉന്നത ലക്ഷ്യം സ്വായത്തമാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നവരായി തീരുന്നതിനു വേണ്ടി, ആ ഉന്നതമായ ലക്ഷ്യം നാസിറാത്തിന്റെ പ്രതിജ്ഞയിൽ ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു: മതത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും സേവനത്തിനു വേണ്ടി തയ്യാറായിരിക്കും, എപ്പോഴും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നതായിരിക്കും. അഹമ്മദിയ ഖിലാഫത്തിനു വേണ്ടി എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറായി നിൽക്കുക. അഥവാ ഈ പ്രതിജ്ഞ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ പെൺകുട്ടികൾ മാറ്റുകയാണെങ്കിൽ तो जहाँ തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കുന്നതോടൊപ്പം വരുന്ന തലമുറകളുടെയും ജീവിതം സുരക്ഷിതമാക്കി വെക്കുന്നവരായിരിക്കും. को भी महफूज करने वाली होंगी। അവരെ ഖിലാഫത്തുമായി ബന്ധപ്പെടുത്തുന്നവരായിരിക്കും. അള്ളാഹു അവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ നടക്കുന്ന ഇജ്തിമ എല്ലാവിധത്തിലും അനുഗ്രഹീതപൂർണമാക്കി തീർക്കുമാറാകട്ടെ. इज्तिमा के हवाले से ഇജ്തിമായുമായി സംബന്ധിച്ചുള്ള ഈ ചുരുങ്ങിയ കാര്യത്തിനു ശേഷം ഞാൻ ഒരു പ്രിയപ്പെട്ട കുട്ടിയെക്കുറിച്ച് സ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ കഴിഞ്ഞ ദിവസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. चंद हफ्ते पहले ഏതാനും ആഴ്ച മുമ്പ് ഒരു അപകടം കാരണമായി ഒരു പ്രിയപ്പെട്ട കുട്ടി നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരുന്നു. और चंद दिन ഏതാനും ദിവസം മുമ്പ് ജാമിയ അഹമ്മദിയ UK-യിലെ മറ്റൊരു വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി യുവാവ് ജാമിയയിലെ വിദ്യാഭ്യാസം ഏകദേശം പൂർത്തിയാക്കിയിരുന്നു. कर चुका था। കുറച്ചുകാലം രോഗിയായതിനു ശേഷം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. जिस बच्चे का मैं जिक्र कर रहा हूँ ഞാൻ സ്മരിക്കുന്ന ഈ കുട്ടിയുടെ പേര് മസർ ഹസൻ എന്നായിരുന്നു. आखिरी साल का इम्तिहान രോഗം കാരണം അവസാനത്തെ വർഷത്തെ പരീക്ഷ എഴുതിയിരുന്നില്ല. എന്നാൽ ഈ പ്രിയപ്പെട്ട യുവാവ് ജീവിതം കഴിച്ചുകൂട്ടിയത് നോക്കുമ്പോൾ അദ്ദേഹം മുറബിയും മുബല്ലിഗും തന്നെയായിരുന്നു, പരീക്ഷ പാസ്സായാലും ഇല്ലെങ്കിലും. അള്ളാഹു ഈ യുവാവിന്റെ ഉള്ളിൽ ഒരാവേശം ഇട്ടിരുന്നു, എപ്രകാരം ദീനിന് സേവനം ചെയ്യണം എന്ന കാര്യത്തിൽ. किस तरह എപ്രകാരമാണ് തന്റെ സ്വഭാവവും തന്റെ അവസ്ഥയും അള്ളാഹുവിൻ പറഞ്ഞതനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ആക്കി തീർക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യത്തിൽ. ലോകത്ത് വന്ന എല്ലാ മനുഷ്യരും उसने एक ഒരു ദിവസം ഇവിടെ നിന്ന് പോകണം. എന്നാൽ लेकिन അവർ സൗഭാഗ്യവാന്മാരായിരിക്കും ആരാണോ തങ്ങളുടെ ജീവിതം അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്, അതിൽ വിജയിക്കുകയും ചെയ്യുന്നത്. भी हो जाते हैं। ഈ പ്രിയപ്പെട്ട അസീസിനെ കുറിച്ച് ജാമിയ അഹമ്മദിയയിലെ വിദ്യാർത്ഥികൾ, അവന്റെ സുഹൃത്തുക്കൾ, അവന്റെ അധ്യാപകർ എനിക്കെഴുതുന്നു. ഇത് കേവലം ആചാരപരമായ കാര്യങ്ങളല്ല. ഒരാൾ മരിച്ചാൽ അയാളുടെ നല്ല സ്മരണകൾ നടത്തുക എന്ന രീതിയിലല്ല, മറിച്ച് എനിക്ക് വ്യക്തിപരമായ നിലയിൽ അറിയാം അവൻ ഇഖ്ലാസിന്റെയും കൂറിന്റെയും കർമ്മരൂപത്തിന്റെയും ഒരു മാതൃകയായിരുന്നു. അള്ളാഹു അവന്റെ സ്ഥാനം ഉയർത്തിക്കൊണ്ടുപോകുമാറാകട്ടെ. അസീസ് മർഹൂം मरहूम മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു. उसकी दो बहन 2 സഹോദരിമാരുണ്ട്. മാതാപിതാക്കളും പ്രത്യേകിച്ച് മാതാവ് സഹനത്തിന്റെയും അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തിപ്പെടുന്നതിന്റെയും ഉന്നതമായ മാതൃക കാണിക്കുകയുണ്ടായി. അള്ളാഹു അവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവരുടെ സഹനത്തിൽ വർധനവ് നൽകുമാറാകട്ടെ. ഇവർക്കെല്ലാവർക്കും തന്റെ ഭാഗത്തു നിന്ന് സമാധാനത്തിന്റെയും സഹനത്തിന്റെയും സംവിധാനം ഒരുക്കുമാറാകട്ടെ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുകയുണ്ടായി, ഓർത്തുകൊള്ളുക, മുസീബത്തിന്റെ മുറിവിനായി അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിക്കുന്നതിനേക്കാൾ സമാധാനം നൽകുന്നതും സുഖം പ്രദാനം ചെയ്യുന്നതുമായ മറ്റൊരു മരുന്നും തന്നെയില്ല.
അള്ളാഹുവിലായിരിക്കണം എല്ലായ്പ്പോഴും ദൃഢമായും വിശ്വസിക്കേണ്ടത്. सब्र और हौसले അസീസ് മർഹൂമും സഹനത്തിന്റെയും ധൈര്യത്തിന്റെയും ഉപദേശം നൽകിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. दुख तो होता है ദുഃഖവും വിഷമവും ഉണ്ടാകും, അത് പ്രകൃതിപരമായ ഒരു കാര്യമാണ്. മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കുമായിരിക്കും ഏറ്റവും കൂടുതലായി ഉണ്ടാവുക. എന്നാൽ लेकिन ഈ ദുഃഖവും വിഷമവും ദുആയിൽ ലയിപ്പിച്ചുകൊണ്ട് നാം മർഹൂമിന്റെ ദറജകളുടെ ഉയർച്ചയ്ക്കും തങ്ങളുടെ സമാധാനത്തിനും तस्कीन का जरिया बना सकते हैं। സഹനത്തിന്റെയും മാർഗമാക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അള്ളാഹു ഈ ബന്ധുക്കൾക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. जिक्र में कर അദ്ദേഹത്തെക്കുറിച്ച് അല്പം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. बच्चे को ഈ കുട്ടിക്ക് ക്യാൻസർ ആയിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ചികിത്സ മൂലം രോഗശമനവും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് നെഞ്ചിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അത് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അത് മുഖേന മരണം സംഭവിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മർഹൂമിന്റെ പ്രപിതാമഹൻ ഹസ്രത്ത് മിസ്ത്രി നിസാമുദ്ദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. मोहतरम चौधरी मुनव्वर अली മാതാമഹൻ ചൗധരി മുനവർ അലി ഖാൻ സാഹിബും പിതാമഹൻ ഹാജി മൻസൂർ അഹമ്മദ് സാഹിബ് രണ്ടുപേരും ദർവേഷാനെ കാദിയാനിൽ ഉൾപ്പെട്ടവരാണ്. जामिया अहमदिया के ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടി ജാമിയ അഹമ്മദിയയിലെ വിദ്യാർത്ഥിയായിരുന്നു. മൂസിയായിരുന്നു. ഈ കുട്ടി മൂസിയായിരുന്നു. इनकी वालदा एक ഇദ്ദേഹത്തിന്റെ മാതാവ് പറയുന്നു, ചുരുങ്ങിയ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുക. ചില കാര്യങ്ങൾ ദീർഘമായതും വികാരപരമായ കാര്യങ്ങളുമാണ്. ഏതായിരുന്നാലും അത് വിവരിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. ഏതായിരുന്നാലും ചുരുങ്ങിയ നിലയിൽ ഞാൻ പറയുന്നു. എനിക്ക് മഷൂറ നൽകുന്ന, എന്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു ഉസ്താദിനെ പോലെ എന്റെ തർബിയത്ത് ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഞങ്ങളിൽ മാതാവും മകനും എന്ന ബന്ധത്തോടൊപ്പം ഒരു പ്രത്യേക തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അവൻ എന്നെ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നു. ഞാൻ അവനെയും. അവൻ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. തന്റെ ഉമ്മ ഏതെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് സന്തോഷിക്കുന്നത്, ഏതെല്ലാം കാര്യങ്ങളെയാണ് വെറുക്കുന്നത്. പറയുന്നു, അധികവും എന്നോട് खिलाफत ഖിലാഫത്തിന്റെ നിസാം, കാലത്തിന്റെ ഖലീഫ, ജമാഅത്ത്, അതിലെല്ലാം ഉപരിയായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെയും അങ്ങയുടെ സഹാബാക്കളെയും കുറിച്ച് പറയുമായിരുന്നു. സത്യസന്ധനായ പ്രേമി ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമായിരുന്നു. ഈ ടോപ്പിക്കുകളായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അഥവാ ഭൗതിക കാര്യങ്ങൾ എന്തെങ്കിലും വന്നാൽ തന്നെ കുറച്ചു സമയത്തിന് ശേഷം പറയും, അത് വിടൂ, നമുക്കിതുമായി എന്ത് ബന്ധമാണുള്ളത്. ഈ വർഷം ജൽസയിൽ വരാൻ അവന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവന് തോന്നി അല്പം പ്രയാസകരമായിരിക്കുമെന്ന്. അതുകൊണ്ട് MTA-യിൽ കേൾക്കുന്നതായിരിക്കും ഉചിതം എന്നവൻ വിചാരിച്ചു. और बाकी घर वालों को भेज दिया മറ്റുള്ളവരെ, വീട്ടുകാരെ അയച്ചു. പറഞ്ഞു, നിങ്ങൾ പോവുക, था कि सुन लूंगा और मैनेज कर लूंगा, आप फिक्र न करें। ഞാൻ ഒറ്റ ഇവിടെ നിന്ന് കേൾക്കും, भेज दिया സ്വയം മാനേജ് ചെയ്തുകൊള്ളാം, നിങ്ങൾ പരിഭ്രമിക്കേണ്ടതില്ല. അങ്ങനെ വീട്ടുകാരെ അവൻ പറഞ്ഞയച്ചു. करने की രോഗിയായിരുന്നിട്ടും പറഞ്ഞു, നിങ്ങൾ പോയി ജൽസ കേൾക്കുക. और തന്റെ എല്ലാ ജോലികളും സ്വയം ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു. പറയുന്നു, രോഗത്തിനിടയ്ക്ക് അവന്റെ പ്രകൃതത്തിൽ കൂടുതൽ മൃദുലതയും എളിമയും ഉണ്ടായി. ഒരിക്കലും ഒരു വിധത്തിലുള്ള അസ്വാരസ്യവും കോപ്പവും അവനിൽ നിന്ന് ഞാൻ കണ്ടില്ല. जब ये पहली ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ രോഗം രക്താർബുദം ആയിരുന്നു. അത് हो गया സുഖമായപ്പോൾ तो अमीर ബലഹീനത ഉണ്ടായിരുന്നു. എന്നാൽ സ്കോട്ട്ലൻഡ് അമീർ സാഹിബിനോട് അവൻ പറഞ്ഞു, എന്നെക്കൊണ്ട് എന്തെങ്കിലും ജമാഅത്തി ജോലി ചെയ്യിപ്പിക്കുക. പിന്നീട് അവൻ അദ്ദേഹത്തിന് വേണ്ടി അവിടെ ന്യൂസ് ലെറ്റർ ഉണ്ടാക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ जो काम करने ജോലി ചെയ്യുന്നവരുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുമായിരുന്നു. അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എപ്രകാരമാണ് ജോലി ചെയ്യേണ്ടത് എന്ന്. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൽ ലജനയുടെയും നാസറാത്തിന്റെയും ഇജ്തിമ നടന്നപ്പോൾ അവൻ അവർക്ക് വേണ്ടി സർട്ടിഫിക്കറ്റുകൾ ഡിസൈൻ ചെയ്തു. ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ സ്ഥിരമായി പാരായണം ചെയ്യുന്ന ആളായിരുന്നു. മാതാവ് പറയുന്നു, സെപ്റ്റംബർ 12-ന് दोबारा जब इसको രണ്ടാമതും ഇൻഫെക്ഷന്റെ ആക്രമണം ഉണ്ടായപ്പോൾ, गालबन यही दिन थे ഏകദേശം ആ ദിവസം തന്നെയാണെന്ന് തോന്നുന്നു, എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അടുത്ത് വന്നിരിക്കുക. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വിരൽ കൊണ്ട് എണ്ണുക. गिनना शुरू അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങി. വീണ്ടും പറഞ്ഞു, ഇനിയും എണ്ണുക.
പറയുന്നു, ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇത്രയധികം അനുഗ്രഹങ്ങളുണ്ട്, എനിക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അപ്പോൾ മസ്ഹർ പറഞ്ഞു, താങ്കൾക്ക് ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിരുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യവും എല്ലായ്പ്പോഴും ഓർക്കുക, അവൻ എല്ലാ അവസ്ഥയിലും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. പറയുന്നു, അപ്പോൾ എനിക്ക് ഇവൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലായില്ല. क्या कह रहा है मजहर, लेकिन बहरहाल എന്നാൽ तौर पर तैयार മാനസികമായി തയ്യാറാക്കുകയും ചെയ്തു. പറയുന്നു, തബ്ഷീറിന്റെ അതിഥികൾ സ്കോട്ട്ലൻഡിൽ വന്നപ്പോൾ അവസാനത്തെ കാഫ്ലയുടെ ഇൻചാർജ് രാജാ ബുർഹാൻ സാഹിബായിരുന്നു. അദ്ദേഹം മസ്ഹറിനെ കണ്ടു, വളരെ സന്തോഷിച്ചു. അവന്റെ ആരോഗ്യം നല്ലതായിരുന്നു. മാതാവ് പറയുന്നു, ഞാൻ പറഞ്ഞു, മുറബി സാഹിബ്, മസ്ഹറിന് ജമാഅത്തി ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യമാണ്. എപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും, ഭാവിയിൽ ഞാൻ ഇപ്രകാരം പ്രവർത്തിക്കുമെന്ന്. മുറബിയായാൽ ഇങ്ങനെ ചെയ്യും. ഇവന് 2012 ഒക്ടോബറിൽ ക്യാൻസർ രോഗം डायग्नोज हुई തിരിച്ചറിഞ്ഞപ്പോൾ तो कहने लगा തന്റെ സഹോദരിയോട് പറഞ്ഞു, ഉമ്മയോട് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ പറയണം, അവർ കരയുന്നത് എനിക്ക് കാണാൻ സാധിക്കുകയില്ല. देख सकता ഹോസ്പിറ്റലിൽ हाल में नमाज तिलावत और एमटी पर खुतबा നമസ്കാരവും തിലാവത്തും MTAയിൽ ഖുതുബയും നിർബന്ധമായും കേൾക്കുമായിരുന്നു. ऑनलाइन ഓൺലൈൻ പ്രോഗ്രാമിൽ നസവും ഫോട്ടോവും മറ്റും കാണുമായിരുന്നു. क्लास ക്ലാസ് ഫെല്ലോസുമായി അവൻ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. डॉक्टर और नर्सेज से जमात की तबलीग की ഉസ്താദുമാരുമായും സംസാരിക്കുമായിരുന്നു. ഡോക്ടർമാരോടും നഴ്സുമാരോടും ट्रीटमेंट ജമാഅത്തിന്റെ തബ്ലീഗിന്റെ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അവസാന സമയം വരെ ഹോസ്പിറ്റലിൽ തന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും ഇരുന്നു കൊണ്ട് ചെയ്യിപ്പിച്ചു. ഡോക്ടർമാർക്ക് പീസ് കോൺഫറൻസിനെ കുറിച്ചും ജൽസയെക്കുറിച്ചും ജമാഅത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചും എല്ലായ്പ്പോഴും തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ ജൽസക്ക് ശേഷം നടക്കുന്ന മുറബിമാരുടെ മീറ്റിംഗ്, जामिया फारग हो गई थी ഇവന്റെ ക്ലാസും ജാമ്യയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. അവരും ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. അവർക്ക് അവൻ എഴുതി അയച്ചു, അല്ലെങ്കിൽ സന്ദേശം നൽകി, മീറ്റിംഗിന്റെ പോയിന്റുകൾ എനിക്കും എഴുതി അയക്കുക, അതിനെ ഞാനും എന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി. കാരണം खिलाफत से മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഖിലാഫത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു അവന്. जो अजीज़म रजा की वफात का पता അസീസം റിസായുടെ പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇവന്റെ മാതാവ് പറയുന്നു, ഞാൻ ആദ്യമായിട്ടാണ് അവനെ ഈ വിധം കരയുന്നതായി കണ്ടത്. ഞാൻ ആദ്യം പരിഭ്രമിക്കുകയും ചെയ്തു. लेकिन എന്നാൽ बहरहाल അവന് ഈ വ്യാകുലതയായിരുന്നു. പെട്ടെന്നുള്ള മരണമാണ് സംഭവിച്ചത്. അത് കാരണം മാതാപിതാക്കൾക്കും കാലത്തിന്റെ ഖലീഫക്കും വളരെയധികം ദുഃഖം ഉണ്ടായിട്ടുണ്ടാകും. മാതാവ് പറയുന്നു, हम अपने ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ തൃപ്തനാണ്, അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാം. सारा काम दुआ करना था ഞങ്ങളുടെ ജോലി ദുആ ചെയ്യുക എന്നതാണ്. അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് അവന്റെ ജോലിയാണ്. പറയുന്നു, മസ്ഹർ പോകുമ്പോഴും ഞങ്ങളുടെ ഇസ്ലാഹ് നടത്തിയാണ് പോയത്. സെപ്റ്റംബർ 13-ാം തീയതി ഈദിന്റെ ദിവസം മസ്ഹറിന് ശക്തമായ ചുമ ഉണ്ടായിരുന്നു. അവൻ എന്നോട് കാപ്പി ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് കിടക്കയിൽ പോയി കിടന്നു. പോയി നോക്കുമ്പോൾ ശക്തമായ പനിയുണ്ടായിരുന്നു. ആംബുലൻസ് വിളിച്ചു. बुलाया और उसने जाते അവൻ പോകുമ്പോൾ പറഞ്ഞു, ഇന്ന് ഈദാണ്, നിങ്ങൾ ഈദ് നമസ്കരിക്കാൻ പോവുക, എന്നോടൊപ്പം ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ അവിടെ നിന്ന് നിങ്ങളെ ഫോൺ ചെയ്ത് വിളിക്കുന്നതായിരിക്കും. कर अपने ഞാൻ അവിടെ ചെന്ന് എന്റെ ഫോണിൽ പെരുന്നാളിന്റെ ഖുതുബ കേൾക്കുന്നതായിരിക്കും. उस बीमारी में भी उसने ആ രോഗത്തിലും അവൻ ഈ കാര്യങ്ങൾ ഓർത്തുവെച്ചു.
അങ്ങനെ മരണം സംഭവിച്ചു. അവന്റെ मुजर की अदा ശബ്ദം നല്ലതായിരുന്നു. സഹോദരി രാവിലെ സുബഹയുടെയോ തഹജുദിന്റെയോ അലാറം വെച്ചിരുന്നു. रिकॉर्ड किया हुआ സഹോദരി മസ്ഹറിന്റെ ബാങ്ക് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിരുന്നു. പറയുന്നു, जब इसका അവന്റെ അവസാനത്തെ ശ്വാസത്തിന്റെ നേരത്ത്, മരണസമയത്ത് അവന്റെ ശബ്ദത്തിൽ തന്നെ പെട്ടെന്ന് ബാങ്കിന്റെ ശബ്ദം തുടങ്ങി. അത് അവരെ കൂടുതൽ വികാരഭരിതരാക്കി. എന്നാൽ ഏതായിരുന്നാലും ഇതായിരുന്നു അള്ളാഹുവിന്റെ അഭീഷ്ടം. അനേകം സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. जब इसको कैंसर ഇവന് ക്യാൻസർ രോഗമാണ് എന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ സഹോദരി റൂബ പറയുന്നു, कहने लगा कि मैं हर चीज़ बर्दाश्त कर सकता हूँ, लेकिन अपनी माँ को रोते പറഞ്ഞു എനിക്ക് എല്ലാം സഹിക്കാൻ സാധിക്കും, എന്നാൽ എന്റെ ഉമ്മ കരയുന്നത് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവരോട് വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ പറയണം. അവന്റെ ബോൺ മാരോ നടന്നപ്പോൾ और उनकी बहन അവന്റെ സഹോദരിയുടേത് തന്നെ മാച്ചായി. दिया गया और अल्लाह ताला डॉक्टर അത് അവന് നൽകി. ഡോക്ടറും അത്ഭുതപ്പെട്ടു. ആദ്യം പറഞ്ഞു സാധിക്കുകയില്ല എന്ന്. ഏതായിരുന്നാലും പിന്നീട് മാച്ചായി. അത് കാരണം അള്ളാഹുവിന് ഷിഫായും നൽകി. ഏതായിരുന്നാലും അവസാനത്തെ തക്ദീർ ഇത് തന്നെയായിരുന്നു. കീമോതെറാപ്പി നടക്കുമ്പോഴും ഡോക്ടർമാർക്ക് തബ്ലീഗ് ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുൽ വലിയ തവക്കുൽ ആയിരുന്നു. और उसकी ഒരു കാര്യത്തെക്കുറിച്ചും വ്യാകുലത ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഇതാണ് പറഞ്ഞിരുന്നത്, അള്ളാഹു എന്നെ പാഴാക്കി കളയുകയില്ല. ഏതായിരുന്നാലും അള്ളാഹു ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോയെങ്കിൽ അടുത്ത ലോകത്തിൽ ഇൻഷാ അല്ലാഹ് ആ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നുണ്ടായിരിക്കും. ഡോക്ടർ ഹഫീസ് സാഹിബ് പറയുന്നു, मैंने അദ്ദേഹം ക്യാൻസർ രോഗം തിരിച്ചറിഞ്ഞതിനു ശേഷം മസ്ഹറിനെ കാണാൻ ഗ്ലാസ്ഗോയിൽ പോയി. അപ്പോൾ വളരെയധികം തവക്കൽ ചെയ്യുന്ന ഒരു മനുഷ്യനായി കാണാൻ സാധിച്ചു. അവിടെ അവന്റെ മാതാവ് പറഞ്ഞു, അവൻ എപ്പോഴും ഇതാണ് പറയുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. റാഫി സാഹിബ് ഗ്ലാസ്ഗോ പറയുന്നു, അല്ല, ബഹുമാനപ്പെട്ട ബേനസീർ റാഫി സാഹിബ പറയുന്നു, कहती हैं मेरा എനിക്ക് ശ്രീലങ്കയുമായിട്ടാണ് ബന്ധം. और മസ്ഹറിന്റെ മാതാവും അവരുടെ പെൺമക്കളുമായി നല്ല സൗഹൃദമാണ്. ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ तो इनसे ഇവരെ കൂടുതൽ പരിചയപ്പെട്ടു. ഇവരുടെ ഫാമിലിയുമായി उनकी അവരെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി വളരെ സമാധാനത്തോടും आदत बताया എളുപ്പത്തിലും തന്റെ രോഗത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് രോഗം മാറിയപ്പോൾ इस बीमारी से കുറച്ചു കാലം ഇടയ്ക്ക് രോഗം മാറിയിരുന്നു. ഗ്ലാസ്ഗോയിൽ ഒരു 5 കിലോമീറ്റർ ചാരിറ്റി വാക്ക് ഉണ്ടായിരുന്നു. അതിലും പങ്കെടുത്തു. പറയുന്നു, ഇത് വളരെ എളുപ്പമായിരുന്നു. मैंने बड़ी आसानी से ഞാൻ വളരെ എളുപ്പത്തിൽ അത് ചെയ്തു. എന്നാൽ ഒരു നീണ്ട രോഗത്തിലൂടെ കടന്നുപോയിരുന്നു. കീമോതെറാപ്പിയും മറ്റും ചെയ്തിരുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രൊസീജിയറുണ്ട്. ഹാഫിസ് ഫസ്ലെ റബ്ബി സാഹിബ് പറയുന്നു, വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വലിയ താല്പര്യം ആയിരുന്നു. വളരെ പ്രിയപ്പെട്ട വേദനാനിർഭരമായ ശബ്ദത്തിൽ തിലാവത്ത് ചെയ്യുമായിരുന്നു. ജാമിയയിൽ വരുന്നതിന് മുമ്പും നാഷണൽ താലീമുൽ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തന്റെ ഫാമിലിയുടെ കൂടെ ഗ്ലാസ്ഗോയിൽ നിന്ന് ലണ്ടനിൽ വരുമായിരുന്നു. പറയുന്നു, हैं कि ഇവന് ഇമിഗ്രേഷന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേസ് പാസ്സാകുന്നുണ്ടായിരുന്നില്ല. അത് കാരണം ജാമ്യയിൽ പഠിക്കുകയായിരുന്നിട്ടും की वजह से ആഴ്ചകൾക്ക് ശേഷം फिर हर 2 हफ्ते बाद ग्लासगो जाना पड़ता ഇവിടെ ലണ്ടനിൽ വരേണ്ടിയിരുന്നു. है। मैंने कहा कि तुम्हें बड़ी तकलीफ होती होगी, എല്ലാ 2 ആഴ്ചകൾക്ക് ശേഷം ഗ്ലാസ്ഗോയിൽ പോകേണ്ടി വന്നിരുന്നു.
അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് വളരെയധികം പ്രയാസമുണ്ടായിരിക്കും. പറഞ്ഞു, ഏതെങ്കിലും ഉന്നതമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഒരു പ്രയാസമേ അല്ല. ജാമ്യയിലെ ഉസ്താദ് വസീം ഫസൽ സാഹിബ് പറയുന്നു, മസർ ഹസൻ വളരെ ധൈര്യമുള്ള, ഗൗരവമുള്ള, സ്ഥിരചിത്തതയുള്ള വിദ്യാർത്ഥികളിലായിരുന്നു. തങ്ങളുടെ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥതയോടും കൂറോടും സ്നേഹത്തോടും അധ്വാനത്തോടും കൂടി നിറവേറ്റിയിരുന്ന ഏതാനും വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ആളായിരുന്നു. സംഘടനാ കാര്യത്തിൽ വളരെ നല്ല കഴിവുള്ള ആളായിരുന്നു. ഞങ്ങളുടെ ഹോസ്റ്റലിലെ സംഘാടകരിൽ അനേകം വർഷം പെർഫെക്റ്റായി ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. ഒരവസരത്തിൽ ഒരു സുപ്രധാന ജോലി കുട്ടിയെ ഏൽപ്പിച്ചപ്പോൾ ആരോ ചോദിച്ചു, ഈ കുട്ടിക്ക് ജോലി ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ ഒരു ഉസ്താദ് കുട്ടിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ജോലി ഏൽപ്പിച്ചതിനു ശേഷം ഞങ്ങൾക്ക് മസ്ഹറിൽ നിന്ന് മറഞ്ഞു നിൽക്കേണ്ടതായി വരുന്നു. കാരണം അവൻ പിന്നീട് ഞങ്ങളെക്കാൾ കൂടുതൽ വ്യാകുലതയോടും ഗൗരവത്തോടും സ്ഥിരചിത്തതയോടും കൂടി ആ ജോലിയിൽ മുഴുകുന്നു. കുട്ടിയുടെ സംഘാടനാ വൈഭവവും നിസ്വാർത്ഥ സേവനവും ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പറയുന്നു, ഏതാനും വർഷം മുമ്പ് ജാമ്യ അഹമ്മദിയയുടെ വാർഷിക സ്പോർട്സിന്റെ അവസരത്തിൽ കുട്ടിയുടെ ജോലി സിയാഫത്ത് വകുപ്പിൽ നിശ്ചയിച്ചു. കളികളുടെ അവസാന ദിവസം ഒരുപാട് അതിഥികൾ വരുന്നു. ഉച്ചക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനം ഒരുക്കുന്നു. കുട്ടി ഈ അവസരത്തിൽ മുഴുവൻ രാത്രിയും ഉറക്കമൊഴിച്ച് എല്ലാ സംഘാടനാ കാര്യത്തിലും പൂർണ്ണമായും ഭാഗവാക്കായി ഒരു നിമിഷം പോലും ശ്രമിച്ചില്ല. അടുത്ത ദിവസം ഇതേ പ്രസന്നതയോടുകൂടി സേവനത്തിൽ മുഴുകി. പ്രോഗ്രാമിനു ശേഷം ഈ അസീസ് ഈ വകുപ്പിനെ കുറിച്ച് പൂർണ്ണമായ റിപ്പോർട്ടും തയ്യാറാക്കി നൽകി. അത് ഇന്നും സംഘാടകരുടെ പക്കലുണ്ട്. ഈ റിപ്പോർട്ട് മുഖേന ഈ വകുപ്പിന്റെ ജോലിയിൽ വലിയ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഹാഫിസ് മഷൂദ് സാഹിബ് പറയുന്നു, കുറച്ചു കാലം മുമ്പ് ഈ കുട്ടിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അസീസ് പറഞ്ഞു, ഞാൻ എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി ഒരു മുബല്ലിഗായി ദീനീ സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടെ പറഞ്ഞു, ഇപ്പോൾ എന്റെ ചികിത്സ നടക്കുകയാണ്. ഞാൻ എന്റെ പ്രാദേശിക ജമാഅത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഒരവസരത്തിൽ അസീസം പറഞ്ഞു, അവൻ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന 5 കിലോമീറ്റർ ചാരിറ്റി വാക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലക് അക്രം സാഹിബ് അവിടുത്തെ മുറബി സിൽസിലാണ് പറയുന്നു, അദ്ദേഹം എഴുതി, മസർ ഹസൻ സാഹിബിന്റെ കുടുംബം ദുബായിൽ നിന്ന് ഗ്ലാസ്ഗോയിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ വിനീതൻ സ്കോട്ട്ലൻഡിൽ മുറബിയായി സേവനം ചെയ്യുകയായിരുന്നു. ഈ കുടുംബം ഗ്ലാസ്ഗോയിൽ വന്ന ദിവസം പള്ളിയിൽ എന്തോ ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അതിൽ ഈ കുടുംബവും പങ്കെടുത്തു. ഞങ്ങൾ കണ്ടു മസർ ഹസൻ സാഹിബ് സലാം ദുആക്ക് ശേഷം നേരെ കിച്ചണിൽ പോയി കിച്ചൺ ടീമിനോടൊപ്പം എല്ലാ ജോലികളും വളരെ അധ്വാനത്തോടു കൂടി ചെയ്തു. ആദ്യ ദിവസം മുതൽ അവൻ ജാമ്യയിൽ ഉണ്ടായിരുന്നതുവരെ എല്ലായ്പ്പോഴും മസ്ജിദിനെയും ജമാഅത്തിനെയും പരിപൂർണമായും സേവിച്ചുകൊണ്ടിരുന്നു. വളരെ കുറഞ്ഞ നിലയിൽ സംസാരിക്കുന്ന നല്ല പ്രകൃതത്തിന്റെ ഉടമ, ഉള്ളും പുറവും ശുദ്ധമായ, ഒരിക്കലും അനാവശ്യ സംസാരങ്ങളിൽ ഉൾപ്പെടാത്ത, ഒരിക്കലും സമയം പാഴാക്കാത്ത ആളായിരുന്നു. അവന് സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള രീതി അറിയാമായിരുന്നു. മുറബി സിൽസിലായതുകൊണ്ട് അവൻ ഞാനുമായി വളരെ അടുപ്പത്തിലായിരുന്നു. ഞാൻ അവനെ വളരെ അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ഉന്നത സ്വഭാവങ്ങളുടെ ഉടമ, വളരെ മെല്ലെ മെല്ലെ സംസാരിക്കുന്ന, എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന യുവാവായിരുന്നു. അവന്റെ ആഗ്രഹവും ഹൃദയത്തിന്റെ ആവേശവുമായിരുന്നു അവന്റെ വഖഫ് സ്വീകരിക്കണമെന്നും ജാമ്യ അഹമ്മദിയയിൽ നിന്ന് ദീനീ സേവനം കരസ്ഥമാക്കി മുബല്ലിഗായി സേവനം ചെയ്യണമെന്നും എന്നിട്ട് ദീനീ സേവനം ചെയ്യണം. അവന് ജാമ്യ അഹമ്മദിയയിൽ പ്രവേശനം ലഭിച്ച ദിവസം അന്ന് അവൻ ഇത്രമാത്രം സന്തോഷിച്ചിരുന്നു. അഥവാ അവന് മുഴുവൻ ലോകത്തിലെയും അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഖിലാഫത്തുമായി അങ്ങേയറ്റത്തെ സ്നേഹമായിരുന്നു. അർഷദ് മഹമ്മൂദ് സാഹിബ് കായിദ് ഗ്ലാസ്ഗോ എഴുതുന്നു, വിനീതൻ ഷാർജയിലെ കായിദ് മസ്ഖുദ്ദാമുൽ അഹമ്മദിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുമ്പ് ഇദ്ദേഹം ഷാർജയിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു മസ്ഹറിന്റെ കുടുംബവും. ഷാർജയിൽ താമസിക്കുമ്പോൾ ജമാഅത്തി പരിപാടികളും ഇജ്തിമായുടെയും അവസരങ്ങൾ നടക്കുന്ന വൈജ്ഞാനികവും കായികവുമായ മത്സരങ്ങളിൽ മുൻകടന്ന് ഭാഗവാക്കാകുമായിരുന്നു. പറയുന്നു, നഗരത്തിൽ നിന്ന് ദൂരെ ഒഴിഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇജ്തിമ നടത്തിയിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ പോയി വക്കാറയാമലും മറ്റു തയ്യാറെടുപ്പുകളും ചെയ്യേണ്ടതായി വരുമായിരുന്നു. മർഹൂം ചെറിയ പ്രായമായിരുന്നിട്ടും എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും. പറയുന്നു, ഒരിക്കൽ എപ്പോഴും വലിയ ധൈര്യം ഉണ്ടായിരുന്നു. അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, അവരുടെ ഈ ഇജ്തിമായിൽ ഫിൽബദി പ്രസംഗത്തിന് മത്സരം നടന്നു. അതിന്റെ വിഷയം വളരെ പ്രയാസകരമായിരുന്നു. മത്സരവും പ്രയാസകരമായിരുന്നു. തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല.
ഇവനും അങ്ങനെ മത്സരത്തിൽ ഭാഗവാക്കായി. ഖുദ്ദാം ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ മസർ ഹസൻ തന്റെ പ്രസംഗം കഴിയുന്ന വിധത്തിൽ പൂർത്തിയാക്കി, ആരെയും വകവെച്ചില്ല. എന്നിട്ട് പറഞ്ഞു, कहने लगा അഥവാ ഞാൻ ഈ വിധം ഭയപ്പെട്ടാൽ ഒരു പ്രയോജനം ഉണ്ടാവുകയില്ല. फायदा कोई नहीं होगा। ഭയം ഇങ്ങനെ തന്നെയാണ് ഇല്ലാതാകുന്നത്. और फिर कहता है कि हमें എന്നിട്ട് പറഞ്ഞു, നാം ഖുദ്ദാം മത്സരങ്ങളിൽ സീരിയസ് ആകേണ്ടതായിട്ടുണ്ട്. लोग हंस रहे हैं कि नहीं, ആളുകൾ ചിരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലൊന്നും അവൻ വകവെച്ചില്ല. അവൻ പറഞ്ഞു, ഭയം ഇല്ലാതാകാനുള്ള ഏകമാർഗം ഞാൻ हमारे मुरब्बी सिलसिला എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഗാംബിയൻ മുറബി സിൽസില, അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് ജാമിയ പാസായത്, അബ്ദുറഹ്മാൻ ചാവും उनके साथ അദ്ദേഹം പറയുന്നു, जाबिया ജാമ്യയിൽ സഹോദരനൊപ്പം വളരെ അധികം സമയം കഴിച്ചുകൂട്ടി. ജാമ്യക്ക് ശേഷം വാട്സപ്പിലൂടെ ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. വിനീതൻ സഹോദരൻ മസർ साहब ने खाक साहब को बीमारी के बाद രോഗത്തിന് ശേഷം വിനീതൻ അയച്ച മെസ്സേജുകൾ സമർപ്പിക്കുകയാണ്. इस बीमारी ഒരു മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഞാൻ ഈ രോഗത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹു എന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന് കൂടുതൽ നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് ഈ വേദനയിലൂടെ കടന്നു പോകുന്നത് എനിക്ക് പ്രയാസകരമായി തോന്നുന്നില്ല. മറ്റൊന്ന് ഇതാണ്, ഞാൻ രോഗത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് ഞാൻ എന്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് നോക്കുന്നത്. അതിതാണ് ജമാഅത്തിനെ എങ്ങനെയാണ് ഏറ്റവും ഉന്നതമായ നിലയിൽ സേവിക്കാൻ സാധിക്കുക. ഇദ്ദേഹത്തിന്റെ ക്ലാസ് ഫെല്ലോ शेख समर മുറബിയായ ഒരാൾ ഷെയ്ഖ് സമർ പറയുന്നു, എപ്പോഴും പുഞ്ചിരിക്കും, ആളുകളെ സന്തോഷിപ്പിക്കും. മസർ ഹസൻ എല്ലാവരോടും ഒരേപോലെ പെരുമാറും. जैसे सिर्फ वही എല്ലാവരും അവന്റെ സുഹൃത്തുക്കളാണ്. ആർക്കും തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അന്യതയോ किसी भी किस्म की ദൂരത്തിന്റെയോ गैरियत का പരിചയമില്ലായ്മയുടെയോ ഇടം നൽകുമായിരുന്നില്ല, कभी किसी ചിന്തക്ക് ഇടം നൽകുമായിരുന്നില്ല. ഒരിക്കലും ഒരാളുമായും കലഹിച്ചില്ല. അവന്റെ ഹൃദയം വളരെ വിശാലമായിരുന്നു. എല്ലാ അവസരങ്ങളിലും തബ്ലീഗ് ചെയ്യുമായിരുന്നു. തബ്ലീഗിന്റെ ഒരു അവസരം വിട്ടുകളയുമായിരുന്നില്ല. ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും അവിടെയും പ്രസിദ്ധനായിരുന്നു. ഈ മുസൽമാൻ എല്ലാവർക്കും തബ്ലീഗ് ചെയ്യുന്ന ആളാണ്. तबलीग करता है। इसकी അവൻ കാരണം ആർക്കും ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടായില്ല. ആരെയും ഒരിക്കലും ചീത്ത പറഞ്ഞില്ല. മറ്റുള്ളവരെ കഴിവിന്റെ പരമാവധിയിലധികം സഹായിക്കുമായിരുന്നു. എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുമായിരുന്നു. वजह हर एक से प्यार और എല്ലാവരോടും സ്നേഹത്തോടു കൂടിയായിരിക്കും. शायद महमूद സായർ മഹമ്മൂദ് ഇദ്ദേഹത്തിന്റെ ക്ലാസ് ഫെല്ലോ ആയ മുറബിയാണ് പറയുന്നു, ഇത്തരം ഉന്നതമായ വ്യക്തിത്വത്തോടൊപ്പം 7 വർഷം കഴിച്ചുകൂട്ടാൻ അവസരം ലഭിച്ചു. വളരെ അപൂർവമായി കാണുന്ന അനേകം പ്രത്യേകതകളുടെ ഉടമസ്ഥനായിരുന്നു. बहुत कम पाई जाती हैं। ഉന്നതമായ അതിഥി സൽക്കാരം, വിനയത്തിന്റെയും എളിമയുടെയും ഉന്നതമായ മാതൃക, എപ്പോഴും സദ്ഭാവനയുടെ പ്രകടനം കാഴ്ചവെക്കുന്ന, എല്ലാ ജോലികളിലും നല്ല ഉദ്ദേശമുള്ള. ജാമ്യയുടെ ആദ്യ വർഷം തന്നെ പ്രിഫർ ആയിരുന്നു. इनके कामों में हमेशा सोने की तलकीन करना, പ്രിഫറുടെ ജോലി എപ്പോഴും ഉറങ്ങാൻ വേണ്ടി പറയുക, लाइट ऑफ സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കുട്ടികളോട് പറയുക ഉറങ്ങുക, നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുക, റൂമിന്റെ ശുചിത്വത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുക, എപ്പോഴും എന്തെങ്കിലും കലഹം ഉണ്ടായാൽ അതിൽ നിന്ന് തടയുക. ഇതെല്ലാമായിരുന്നു അവന്റെ ജോലി. वो इनसे ഇതിൽ നിന്ന് അവൻ തടയുമ്പോൾ വിദ്യാർത്ഥികൾ അവനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമായിരുന്നു. പറയുമായിരുന്നു, നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം രസകരമാണ്. പറയുന്നു, ഒരിക്കൽ വിനീതൻ ഒരു തെറ്റ് ചെയ്തു. അതിൽ അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു. പിന്നീട് കുറച്ച് മിനിറ്റിന് ശേഷം എന്റെ അടുത്ത് വന്ന് എന്നോട് മാപ്പ് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് കരഞ്ഞു. വളരെ മൃദുലഹൃദയനായ മനുഷ്യനായിരുന്നു. പറയുന്നു, എപ്പോഴെങ്കിലും ഞാൻ രോഗിയായാൽ അല്ലെങ്കിൽ അവധി ദിവസം ഏതെങ്കിലും കാരണം കൊണ്ട് കിടക്കുകയാണെങ്കിൽ छुट्टी वाले दिन ഞാൻ ഉണരുന്നതിന് മുമ്പ് തന്നെ എന്റെ കിടക്കയ്ക്ക് സമീപം പ്രാതൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു. എപ്പോഴെങ്കിലും ജലദോഷമോ മറ്റോ ഉണ്ടായാൽ ചോദിക്കാതെ തന്നെ ചുടുവെള്ളത്തിൽ തേൻ കലർത്തി എനിക്ക് കൊണ്ടുവരുമായിരുന്നു. और जो मेरे से ഞാനുമായി നടക്കുന്ന മുലാഖാത്തുകളെ കുറിച്ച് വളരെ താല്പര്യത്തോടു കൂടി പറയുമായിരുന്നു. ചുരുക്കം ഇതാണ്, कि जिंदा और दिल ജീവനുള്ള ഹൃദയമുള്ള മുഖ്ലിസ്, വിനീതനായ, നന്മ നിറഞ്ഞ, ദീനിന്റെ യഥാർത്ഥ പോരാളി, തക്കുവ നിറഞ്ഞ, അധ്വാനിയായ, ഈ എല്ലാ വാക്കുകളും മസറിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. ഒരു ഗുണം ഇതുകൂടിയായിരുന്നു, തനിക്ക് വേണ്ടി ഏതൊന്നാണോ ഇഷ്ടപ്പെടുന്നത് അത് തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഇഷ്ടപ്പെട്ടിരുന്നു. ഭക്ഷണത്തിനായി എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും കൊണ്ടുവരുമായിരുന്നു. എളിമയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടുമായിരുന്നു. और फजूल खर्ची करते कम അനാവശ്യമായ ചിലവുകൾ ചെയ്യുന്നതായി അവനൊരിക്കലും കണ്ടിട്ടില്ല. യുവത്വത്തിൽ ചില ആൺകുട്ടികൾ അപ്രകാരം ചെയ്യാറുണ്ട്. വൃത്തിയെക്കുറിച്ച് വളരെയധികം നോക്കുമായിരുന്നു.
നമസ്കാരത്തിനും തഹജ്ജുദ് നമസ്കാരത്തിനും കൃത്യനിഷ്ഠയോടുകൂടി സംവിധാനമൊരുക്കുമായിരുന്നു. അവന്റെ ക്ലാസ് ഫെല്ലോസ് പറയുന്നു, എന്നെയും ഉണർത്തുമായിരുന്നു. അവൻ റൂമിൽ ഒരു മുസല്ല വെച്ചിരുന്നു. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവൻ രാത്രി എഴുന്നേറ്റ് നിന്ന് നഫലുകൾ നമസ്കരിക്കുമായിരുന്നു. എല്ലാ ആഴ്ചയും ഒഴിവാക്കാതെ നഫൽ നോമ്പും പിടിക്കുമായിരുന്നു. ചന്ത കൃത്യമായി നൽകുമായിരുന്നു. ചന്ത നൽകാൻ എല്ലാ കാര്യങ്ങളിലും ഒരു ചിട്ട ഉണ്ടായിരുന്നു. തന്റെ സമയം വളരെ ബുദ്ധിപൂർവ്വം ഭാഗിക്കും. ജാമ്യയിലെ ദിവസവും ഉള്ള പഠനം കൂടാതെ വിശുദ്ധ ഖുർആൻ സ്ഥിരമായി തിലാവത്ത് ചെയ്യുന്നതും ജമാഅത്തി ഗ്രന്ഥങ്ങൾ അല്പം വായിക്കുന്നതും പിന്നീട് കാലാവസ്ഥ എന്തായിരുന്നാലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നു. ദിവസം പത്രം വായിക്കുകയും ചെയ്യുന്നത്. ഏതാനും മിനിറ്റ് ആണെങ്കിൽ പോലും ഉച്ചയ്ക്ക് അല്പം വിശ്രമിക്കും. പിന്നീട് ഉറങ്ങുന്നതിനു മുമ്പ് സ്ഥിരമായി ഡയറി എഴുതുക. ഇതെല്ലാം അവന്റെ പ്രത്യേകതകളായിരുന്നു. ജുമാ ഖുത്ബയുടെ സ്ഥിരമായി നോട്ട് എടുക്കുമായിരുന്നു. പിന്നീട് ഖുത്ബകളിലെ പോയിന്റ് തന്റെ സുഹൃത്തുക്കളെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഖിലാഫത്തെ അഹമ്മദിയുടെയും ജമാഅത്തിന്റെയും യഥാർത്ഥ പ്രേമിയായിരുന്നു. ഒരിക്കലും കാലത്തിന്റെ ഖലീഫക്കോ ജമാഅത്ത് വ്യവസ്ഥയ്ക്കോ എതിരുള്ള ഒരു കാര്യം കേൾക്കുന്നത് സഹിക്കുമായിരുന്നില്ല. എല്ലാ ആഹ്വാനങ്ങൾക്കും ലബ്ബൈക്ക് പറയുമായിരുന്നു. മറ്റുള്ളവരെയും ഓർമ്മിപ്പിക്കുമായിരുന്നു. തന്നെ സ്വയം കാലത്തിന്റെ ഖലീഫയുടെ പടയാളിയായി മനസ്സിലാക്കിയിരുന്നു. നിശ്ചയമായും അങ്ങനെ തന്നെ ആയിരുന്നു. എപ്പോഴും പറയുമായിരുന്നു, ഖിലാഫത്തിനു വേണ്ടി ഞാൻ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണ്. വാക്കുകൾ മാത്രമായിരുന്നില്ല, മറിച്ച് വികാരം പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് ചെയ്തു കാണിക്കും എന്ന് തോന്നിക്കുമായിരുന്നു. ക്യാൻസർ തിരിച്ചറിഞ്ഞപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നു, ഞങ്ങളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. പറഞ്ഞു, അള്ളാഹുവിന്റെ മുന്നിൽ കുനിയുക. അള്ളാഹുവിലുള്ള തവക്കലും ഈമാനും വളരെ സുദൃഢമായിരുന്നു. തന്റെ രോഗത്തെ തനിക്കുള്ള ഒരു പരീക്ഷണമായി കരുതി സ്വീകരിച്ചു. ആരുടെ മുമ്പിലും പ്രയാസവും ബുദ്ധിമുട്ടും പ്രകടിപ്പിച്ചില്ല. അവന്റെ ഒരു സുഹൃത്ത് മുറബി ഷർജിയിൽ എഴുതുന്നു, വളരെ ഉന്നത സ്വഭാവമുള്ള പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു. ഒരുപാട് ഗുണങ്ങളുടെ ഉടമസ്ഥൻ, എല്ലാവരെയും നോക്കുന്ന, ഖിലാഫത്തിന്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഗ്രാഹ്യമുള്ള, അള്ളാഹുവിൽ ഉള്ള തവക്കൽ വളരെ സുദൃഢമായിരുന്നു. ജമാഅത്തിനു വേണ്ടിയും എല്ലാം ത്യജിക്കാൻ തയ്യാറായിരുന്നു. എല്ലാം ത്യജിച്ചു കഴിഞ്ഞ ഒരാളായിരുന്നു. ഒരിക്കലും ഒരാൾക്കും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയില്ല. എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. അവനെ ഒരാൾ എത്ര തന്നെ പ്രയാസപ്പെടുത്തിയാലും ദേഷ്യപ്പെടുമായിരുന്നില്ല. ഒരിക്കലും വികാരാവേശത്തിന് അടിമപ്പെടുമായിരുന്നില്ല. ഒരിക്കലും അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നില്ല. നിരർത്ഥക കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു. ഇന്നുവരെയും അവൻ ചീത്ത വിളിക്കുന്നതായി കണ്ടിട്ടില്ല. എല്ലായ്പ്പോഴും എല്ലാ ജോലിയും വളരെ ക്ഷമയോടും അധ്വാനത്തോടും താല്പര്യത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി ചെയ്യുമായിരുന്നു. ഒരു ജോലിയെയും ഒരിക്കലും ചെറുതായി കണ്ടിരുന്നില്ല. എല്ലാവരെയും സഹായിക്കുമായിരുന്നു. അലസതയുടെ അടയാളം പോലും അവനുണ്ടായിരുന്നില്ല. ജാമ്യയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഇച്ഛാശക്തി വളരെ സുദൃഢമായിരുന്നു. പ്രയാസമുണ്ടായിട്ടും ധൈര്യം കൈവെടിഞ്ഞില്ല. അവസാന സമയം വരെ വളരെ ധൈര്യത്തോടു കൂടി തന്റെ രോഗത്തെ സഹിച്ചു. ഇദ്ദേഹം പറയുന്നു, ഒരിക്കലും ഒരാളെയും പരിഹസിച്ചില്ല, മറിച്ച് അതിൽ നിന്ന് ഞങ്ങളെ തടയുമായിരുന്നു. ഒരു മുറബിയിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇവനിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, കുട്ടികൾ പറയുന്നു, മുമായിദ മുതൽ പൂർണ്ണമായ മുറബിയായിരുന്നു. തക്വയുടെ സൂക്ഷ്മ മാർഗങ്ങളിലൂടെ ചരിക്കുന്ന ആളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പരിഗണിക്കുന്ന ആളായിരുന്നു. ഒരിക്കൽ പറഞ്ഞു, എന്റെ ട്രിമ്മറിന്റെ ശബ്ദം ഉയർന്നതാണ്, അതുകൊണ്ട് ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ട്രിം ചെയ്യാറില്ല. ഒരു വിധത്തിലുള്ള പ്രകടനാത്മകതയും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ ഉള്ളതുപോലെ തന്നെയായിരുന്നു പുറത്തും. വാക്കും പ്രവൃത്തിയും താതാത്മ്യം പുലർത്തിയിരുന്നു. വിശുദ്ധ ഖുർആന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളായിരുന്നു. നോട്ട്സ് വളരെ നല്ലതായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ തർജ്ജമയുടെ നോട്ട്സ് വളരെ കൃത്യമായി തയ്യാറാക്കുമായിരുന്നു. അതുകൊണ്ട് അവന്റെ തർജ്ജമ വളരെ നല്ലതായിരുന്നു. ജാമ്യയിലെ ഒരു വിദ്യാർത്ഥി മുറബിയായി കഴിഞ്ഞ ആഫാക്ക് ഇവിടെ പ്രവേശിച്ചു. പാകിസ്ഥാനിൽ നിന്ന് വന്നാണ് ഇവിടെ പ്രവേശിച്ചത്. മുമ്പ് കുറച്ചു കാലം ജാമ്യ പാകിസ്ഥാനിൽ പഠിച്ചു. പിന്നീട് അവന്റെ മാതാപിതാക്കൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നു. പറയുന്നു, ആളുകൾ എന്നെ കാണാൻ വന്നു. ഒപ്പം മസ്ഹറും എന്നെ കാണാൻ വന്നു. 2 മിനിറ്റിന് ശേഷം തിരിച്ചുപോയി. തിരിച്ചു വന്നപ്പോൾ അവന്റെ കയ്യിൽ കിടക്കയും തലയണയും മറ്റുമുണ്ടായിരുന്നു. നീ ഈ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട്
നിനക്കിത് ആവശ്യമുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനിത് കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നു. ഇദ്ദേഹം പറയുന്നു, हमारी क्लास 3 माह पहले ब्रादरम की तीमारदारी के लिए स्कॉटलैंड गई तो बहुत ही खुश लग रहा 3 മാസം മുമ്പ് ഈ സഹോദരനെ സന്ദർശിക്കുന്നതിന് വേണ്ടി സ്കോട്ട്ലൻഡിൽ പോയി. അപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. വീട്ടിൽ കാണാനായി ചെന്നപ്പോൾ അവിടെ വീട്ടിൽ വളരെ നല്ല സദ്യക്കുള്ള സംവിധാനം ഒരുക്കിയിരുന്നു. ഞങ്ങളോട് നിർബന്ധം ചെലുത്തി പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും അല്പം കഴിക്കണം. എന്തായിരുന്നാലും വളരെ നല്ല വഖഫിന്റെ ആത്മാവിനെ മനസ്സിലാക്കുന്ന की रूह को समझने वाला മനുഷ്യനായിരുന്നു. इंसान था और പ്രായം കുറവായിരുന്നു. वो इसकी उम्र 26-ാമത്തെ വയസ്സിൽ വഫാത്തായി. അള്ളാഹു അവസരം നൽകിയില്ല. എന്നിരുന്നാലും തന്റെ സുഹൃത്തുക്കളുടെ ശിക്ഷണത്തിന് അവസരം ലഭിച്ചപ്പോൾ തർബിയത്ത് നടത്തി. തബ്ലീഗിന് അവസരം ലഭിച്ചപ്പോൾ തബ്ലീഗ് ചെയ്തു. വളരെ തുറന്ന നിലയിൽ തബ്ലീഗ് ചെയ്തു. എന്ന് മാത്രമല്ല അവസാന സമയത്തും തന്റെ ബെഡിന് മുകളിൽ എന്തെങ്കിലും എഴുതി ഒട്ടിച്ചു വെക്കുമായിരുന്നു, വരുന്ന ഡോക്ടർമാരും നഴ്സും മറ്റും വായിക്കുന്നതിന് വേണ്ടി. ഹോസ്പിറ്റലിലും വീട്ടിലും എനിക്കും 2-3 തവണ ഫോണിൽ രോഗത്തിനിടക്ക് इनसे बात हुई और ഇദ്ദേഹവുമായി സംസാരിക്കാൻ സാധിച്ചു. വളരെ ധൈര്യത്തോടുകൂടി മറുപടി നൽകുമായിരുന്നു. എന്നല്ല, ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, അവന്റെ വായിൽ മരുന്നുകൊണ്ടുള്ള ചികിത്സ കാരണം മുറിവ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എന്നോട് സംസാരിച്ചപ്പോൾ നല്ലപോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് പറയുകയും ചെയ്തു, നീ വിശ്രമിക്കുക. എന്നാൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടും കൂറോടും കൂടി പറഞ്ഞു, ഇപ്പോൾ മുറിവുകൾ കാരണം എനിക്ക് ഒരു പ്രയാസവുമില്ല. അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് ആ മുറിവുകൾ മാറി. അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുള്ള തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കുന്ന അഹമ്മദി കുട്ടിയായിരുന്നു. അള്ളാഹു എല്ലായ്പ്പോഴും അവനിൽ കാരുണ്യം വർഷിപ്പിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ, സ്ഥാനം ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ. എല്ലായ്പ്പോഴും നാം അവനെ അള്ളാഹുവിന്റെ പ്രീതിയിൽ തൃപ്തനായി കണ്ടു. അള്ളാഹു അവന് തന്റെ പ്രിയപ്പെട്ടവരുടെ കാൽച്ചുവട്ടിൽ ഇടം നൽകുമാറാകട്ടെ. ഈ സൂക്ഷ്മതയോടുകൂടി തങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുന്ന ഇതുപോലുള്ള ആയിരക്കണക്കിന് വാക്ഫീങ്ങളെ അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും സഹോദരിമാർക്കും വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരെ ക്ഷമയിലും ധൈര്യത്തിലും വർദ്ധിപ്പിച്ചു കൊണ്ടുപോകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. अभी नमाज जुमा के बाद मैं इनका नमाज जनाजा भी पढ़ाऊँगा, हाजिर है. मैं नीचे जाऊंगा, अब आप यहीं सफ़े दुरुस्त रखें कर लें. इबादल्लाह रहमकुमुल्लाह इन्नल्लाह यामुरु बिल अदलि वल इहसानि व इताइ ज़िल क़ुर्बा व यन्हा अनिल फ़हशाइ वल मुनकरि वल बग़ि यअज़ुकुम लअल्लकुम तज़क्करून. उज़्कुरुल्लाह यज़्कुरुकुम वदूहु यस्तजिब लकुम वलज़िक्रुल्लाहि अकबर.